ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ആതിര അറിയവർ. നമ്മുടെ ശരീരത്തിൽ ക്രിസ്റ്റൽ പോലെയുള്ള മൂർച്ചയുള്ള ചെറിയ ക്രിസ്റ്റലുകൾ രൂപപ്പെടുന്നുണ്ട്. ഇതാണ് യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ. സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിൽ പ്യൂരിൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് യൂറിക് ആസിഡ്. ഇതിന്റെ അളവ് കൂടുമ്പോൾ ഗൗട്ട് എന്ന അസുഖത്തിലേക്ക് നയിക്കുന്നു. അസഹ്യമായി വേദനയായി മാറുന്നു. കൂടാതെ കിഡ്നി സ്റ്റോൺ, പല ജോയിന്റ് പെയിൻസിന് കാരണമാകുന്നു. പക്ഷേ ആശ്വാസം എന്തെന്നാൽ യൂറിക് ആസിഡ് ലെവൽ നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ്. ഇത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നത്? എന്തൊക്കെ ലൈഫ് സ്റ്റൈലിലാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്? ഏതൊക്കെ ഔഷധ സസ്യങ്ങളാണ് ഇതിന് ഉപയോഗിക്കുന്നത്? എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടാത്തത് എന്നൊക്കെയാണ് പല വീഡിയോയിലൂടെയായി ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നത്. ശരീരത്തിലെ യൂറിക് ആസിഡ് കിഡ്നി വഴി മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. ചിലപ്പോൾ ശരീരത്തിന് ആവശ്യമായ രീതിയിൽ യൂറിക് ആസിഡ് പുറന്തള്ളപ്പെട്ടില്ലെങ്കിൽ അത് ഹൈപ്പർ യൂറേസീമിയ എന്ന അവസ്ഥയിലേക്ക്, യൂറിക് ആസിഡിന്റെ അളവ് കൂടുകയും ഹൈപ്പർ യൂറേസീമിയ എന്ന അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് വേദന അനുഭവപ്പെടുന്നത്? നമ്മുടെ ശരീരത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് കൂടുമ്പോൾ ഈ ക്രിസ്റ്റലുകൾ ജോയിൻസിൽ അടിഞ്ഞുകൂടുകയും പിന്നീട് വേദനയായി മാറുകയുമാണ് ചെയ്യുന്നത്. അടുത്തത്, യൂറിക് ആസിഡ് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. പെട്ടെന്നുണ്ടാകുന്ന വേദന, പ്രത്യേകിച്ചും ഗ്രേറ്റ് ടോ, കാലിന്റെ തള്ളവിരലിൽ പെട്ടെന്നുണ്ടാകുന്ന വേദന, അതുപോലെ തന്നെ നീര്, ചുവപ്പ് നിറം, കാലിൽ ചൂട് അനുഭവപ്പെടുക, ചിലപ്പോൾ ഉണ്ടാകുന്ന പനി, നമ്മളുടെ ജോയിൻസ് മൂവ് ചെയ്യാൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഇവയൊക്കെയാണ് പെട്ടെന്നുണ്ടാകുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഒരു ഡോക്ടറെ കണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നമുക്ക് അനലൈസ് ചെയ്യാവുന്നതാണ്. നോർമലി നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡിന്റെ അളവ് 3.4 തൊട്ട് 7 mg/dl ആണ് പുരുഷന്മാർക്ക്. സ്ത്രീകൾക്ക് 2.4 തൊട്ട് 6 mg/dl ആണ്. പുരുഷന്മാരിൽ 7ൽ കൂടുതലാണെങ്കിൽ യൂറിക് ആസിഡ് ലെവൽ കൂടുതലാണ്. നമ്മൾ നിയന്ത്രിക്കേണ്ടതാണ്. യൂറിക് ആസിഡ് ലെവൽ നിയന്ത്രിക്കേണ്ടതാണ്. സ്ത്രീകളിൽ 6ൽ കൂടുതലാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. യൂറിക് ആസിഡ് നിയന്ത്രിക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഇതൊരു ദിവസത്തെ ശ്രമമല്ല, ശീലമാക്കിയ ജീവിത രീതിയാണ്. ശരിയായ ചികിത്സയും ശരിയായ ഡയറ്റും ഭക്ഷണക്രമവും ഭക്ഷണശീലങ്ങളൊക്കെ ശരിയായാൽ തന്നെ സംശയമില്ലാതെ ഈ യൂറിക് ആസിഡ് നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഇതെങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്? ഇതിന് നമ്മൾ ഏതൊക്കെ ഔഷധ സസ്യമാണ് ഉപയോഗിക്കേണ്ടത്? എന്തൊക്കെ ഭക്ഷണമാണ് കഴിക്കേണ്ടത്? എന്തൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ നിയന്ത്രിക്കേണ്ടത്? ഈ ചോദ്യത്തിനൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ ഉത്തരം നൽകാവുന്നതാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.